ഒപ്പം തന്നെ വന്യമൃഗത്തിന്റെ ആക്രമണം കൊണ്ട് ഏറെ പൊറുതിമുട്ടിരിക്കുന്ന പ്രദേശമാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുലിയുടെ ആക്രമണത്തിൽ 2 കുഞ്ഞുങ്ങളുടെ ജീവൻ ഏകദേശം 2 മാസത്തിനിടെ പൊലിഞ്ഞ പ്രദേശം കൂടിയാണ്. ഇവിടെ വിവിധ വ്യത്യസ്ത എസ്റ്റേറ്റുകളിലാണ് ആക്രമണം നടന്നിട്ടുള്ളതെങ്കിലും ഈ ഒരു പ്രദേശത്ത് വാൽപ്പാറ ജില്ലയിൽ തന്നെ ഈ പ്രദേശത്ത് മാത്രമാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. തമിഴ്നാട് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായിട്ടുള്ള വീഴ്ചയാണ് ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കാനും തുടർച്ചയായിട്ട് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാനും കാരണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഗൗതം, വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. സാനു കെ സജീവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ADGP H. വെങ്കിടേഷ് ശബരിമലയിലേക്ക് ഇന്നോ നാളെയോ ശബരിമല സന്ദർശിക്കും. സന്നിധാനത്ത് തുടരുന്ന SIT അംഗങ്ങളെ കാണുകയും SIT ശേഖരിച്ച രേഖകൾ പരിശോധിക്കുകയും ചെയ്യും. അതേസമയം സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം ഹൈദരാബാദിലേക്കും നീളുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ നാഗേഷിലേക്കാണ് അന്വേഷണം എത്തുന്നത്. ബംഗളൂരുവിൽ നിന്നും പാളികൾ കൊണ്ടുപോയത് നാഗേഷിന്റെ സ്ഥാപനത്തിലേക്കാണെന്നും സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് നാഗേഷാണെന്നുമാണ് വിവരങ്ങൾ. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സുഹൃത്ത് വലയങ്ങളിലേക്ക് കൂടി അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണല്ലോ. ഒപ്പം ഈ ADGP H. വെങ്കടേഷ് എപ്പോഴാണ് സന്നിധാനത്തിലെത്തുന്നത്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം നടക്കുക എന്നൊരു വിവരം കൂടി ലഭിക്കുന്നു. പ്രധാനമായും ഹൈദരാബാദിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന നാഗേഷ്, നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോവുക എന്നൊരു വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. ഈ നാഗേഷിന്റെ സഹായത്തോടെയാണ് പോറ്റി ഇത്തരത്തിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ ബാംഗ്ലൂരുവിൽ നിന്ന് പാളികൾ കൊണ്ടുപോയത് നാഗേഷിന്റെ സ്ഥാപനത്തിലേക്കാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാഗേഷ് സ്വർണം കയ്യിൽ വെച്ചത് 1 മാസത്തോളമാണെന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ്. സ്വർണം സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചതും നാഗേഷ് ആണ് എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാഗേഷിനെ SIT ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇന്നലെ പ്രശാന്തിന്റെ ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. ഭക്തർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. ADGP ഇന്നോ നാളെയോ ശബരിമലയിൽ എത്തും എന്നൊരു വിവരവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തും. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് തുടരുന്ന SIT അന്വേഷണ സംഘത്തെ കാണും. അതോടൊപ്പം തന്നെ അവർ ശേഖരിച്ച തെളിവുകൾ ഉൾപ്പെടെ പരിശോധിക്കും എന്നൊരു വിവരം കൂടി നിലവിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഗൗതം. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ വരവും അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെയും വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ തലത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഒരു തരത്തിലും ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇത്ര വലിയ സ്വർണ്ണ കവർച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയത്തില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡിലെ മറ്റ് ഭരണാധികാരികളുടെയും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചുറ്റുമുള്ള ഒരു സുഹൃത്ത് വലയത്തിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിച്ചാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ഖണ്ഡികൾ പുറത്താകൂ എന്നതാണ് വസ്തുത. ഒപ്പം ADGP H. വെങ്കടേഷ് സന്നിധാനത്തേക്ക് എത്തുകയാണ്. അവിടെയുള്ള SIT അന്വേഷണത്തിൻ്റെ ഭാഗമാകും ADGP എന്നാണ് ദിസ്ന സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷാഫി പറമ്പലിനെതിരായ പോലീസ് ആക്രമണത്തിൽ നടപടി വേണ്ടെന്ന നിലപാടിൽ ആഭ്യന്തര വകുപ്പ്. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുടെ ആവശ്യമില്ലെന്ന നിലപാട് സംഭവിച്ചത് സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നും ആഭ്യന്തര വകുപ്പ്. പോലീസ് ഇടപെട്ടത് സംഘർഷം ഒഴിവാക്കാനാണെന്നും നിലവിലെ സാഹചര്യത്തിൽ നടപടി ആവശ്യമില്ലെന്നും വിലയിരുത്തൽ. ദിസ്ന സുരേഷ് തുടരുന്നുണ്ട്. ദിസ്ന, ഈ ഷാഫി പറമ്പലിന് പരിക്കേറ്റു അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റു എന്നത് കോൺഗ്രസിന്റെ ആരോപണമാണ്. മാത്രമല്ല ഇതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് UDF പ്രവർത്തകർ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നടത്തിയ മാർച്ചിനകത്ത് വ്യാപകമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നടപടി ഉണ്ടാകില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് സംഘർഷം ഒഴിവാക്കാനുള്ള നടപടി എന്ന നിലയിലാണോ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന്റെ പുറത്ത് ജാഥകൾ നടക്കുന്നു. അതിനിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സമരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടി ഉണ്ടാവുമ്പോൾ അതിനിടയിൽ നടന്ന അതായത് പോലീസിന്റെ ഇടപെടൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തൽ
സാഹചര്യത്തിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ താഴെത്തട്ടിൽ ഉൾപ്പെടെ അന്വേഷണത്തിൽ കൂടുതൽ എന്തെങ്കിലും, അതായത് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. അതായത് പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അത്തരത്തിൽ അതൊക്കെ തന്നെയും വിശകലനം ചെയ്തു മാത്രമേ ഈ സംഭവത്തിൽ നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള നടപടിക്കും പോകേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പുള്ളത്. അതുമാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ അതായത് പോലീസുകാർ ഡ്യൂട്ടിയിലായിരുന്നു. അത്തരത്തിലൊരു തടസ്സമുണ്ടാവുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചു എന്ന രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് എത്തിയിട്ടുള്ളത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഈ ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റു എന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ആ മാർച്ചിലൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഷാഫി പറമ്പലിന് ലാത്തി ചാർജിൽ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ടതില്ല, അതൊരു സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമായിരുന്നു അന്നത്തെ സംഭവമെന്നും സംഘർഷം വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് അത്തരത്തിൽ ഇടപെട്ടതെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സാക്ഷര ത്രിപുര, സുശക്ത ത്രിപുര. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രത്യേക പരിഗണനയാണ് ത്രിപുരയിലെ മാണിക് സാഹ സർക്കാർ നൽകുന്നത്. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും സൗജന്യ വിദ്യാഭ്യാസം ത്രിപുര ഉറപ്പാക്കുന്നു. AI-ക്ക് ഊന്നൽ നൽകിയാണ് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. ഡോക്ടർ മാണിക് സാഹ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യം നടപ്പിലാക്കിയ പ്രധാന തീരുമാനങ്ങളിലൊന്നാണ് പെൺകുട്ടികൾക്ക് നൽകുന്ന സൗജന്യ വിദ്യാഭ്യാസം. സ്കൂൾ തലത്തിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ ഇളവുകൾ നൽകുന്നു. സർക്കാർ കോളേജുകളിൽ പെൺകുട്ടികൾക്ക് ഫീസ് ഒഴിവാക്കി. ഇതോടെ കോളേജുകളിൽ വിദ്യാർത്ഥിനികളുടെ മൊത്ത പ്രവേശന അനുപാതം അഥവാ